ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ്. അതായത് ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡി ഒരു 8 മന്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ബാഗെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കണം എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് എസെൻഷ്യലായിട്ട് അത്യാവശ്യം നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ നമ്മളതിൽ കരുതണം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ. ആദ്യകാലങ്ങളിലൊക്കെ പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ കൂടുതലായിട്ടും അമ്മയ്ക്കുള്ള സാധനങ്ങൾ മാത്രമേ കൂടുതലായിട്ട് കരുതി വയ്ക്കാറുണ്ടായിരുന്നുള്ളൂ. കുട്ടികൾക്കുള്ളതെന്ന് പറയുമ്പോൾ അത് പിന്നീട് ഹോസ്പിറ്റലിൽ പോയ ശേഷം, ഡെലിവറി കഴിഞ്ഞ ശേഷം വാങ്ങുന്നതാണ്. ഇപ്പോഴും അങ്ങനെ പറയാറുണ്ട്, കുറേ ഭാഗത്തൊക്കെ ആയിട്ട് പറയാറുണ്ട് അങ്ങനെ കുട്ടികൾക്കുള്ളതൊന്നും വാങ്ങി വെക്കരുത്, മുന്നേ കൂട്ടിയിട്ട് വാങ്ങി വെക്കരുതെന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഡോക്ടേഴ്സ് പറയാറുണ്ട് കുട്ടികൾക്കുള്ള ഡ്രസ്സ് ആയിക്കോട്ടെ, ക്ലോത്തിങ്സ് ആയിക്കോട്ടെ, അതെല്ലാം നമ്മൾ മുൻകൂട്ടി വാങ്ങിയിട്ട് വാഷ് ചെയ്തിട്ട് ഡെറ്റോളിലെല്ലാം മുക്കി ക്ലീനാക്കി ഉണക്കി സൂക്ഷിച്ച് വെക്കണമെന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൂടി നമ്മൾ ഉൾപ്പെടുത്തണം. അപ്പോൾ അമ്മയുടെ ഒരു ബാഗിൽ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് എടുക്കേണ്ടതെന്ന് എന്താ വെച്ചാൽ നമ്മുടെ ഫയലാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെപ്പോഴും ബാഗിൽ എടുത്ത് വെക്കണം. പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ ബാഗിൽ എടുത്ത് റെഡിയാക്കി സെറ്റാക്കി വെക്കണം. അതിലാണ് നമ്മുടെ റെക്കോർഡ്സ് ഉണ്ടാവുക. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുള്ള ഇന്നവരുള്ള റിപ്പോർട്ട്സ്, അതുപോലെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട്, അതുപോലെ ഹോസ്പിറ്റൽ കാർഡ്, അതുപോലെ ഇൻഷുറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കാർഡും, അങ്ങനെയുള്ള എത്രയും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാതും നമ്മൾ ഈ ഫയലിലാണ് സൂക്ഷിച്ച് വെക്കേണ്ടത്. അപ്പോൾ ഫയൽ നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഫയൽ കഴിഞ്ഞു പറഞ്ഞാൽ പിന്നെ നമുക്ക് ഡ്രസ്സിൻ്റെ, അമ്മയ്ക്ക് എന്തൊക്കെ ആവശ്യമുള്ള ഡ്രസ്സിൻ്റെ കാര്യം നോക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത് വെക്കുന്നതെന്ന് വെച്ചാൽ മാക്സിയാണ്. മാക്സി പറയുമ്പോൾ ഒരു 5 മാക്സി ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പാലക്കാട് നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഒരു 5 മാക്സി ഉണ്ട്. അതിൽ തന്നെ ഓപ്പൺ മാക്സി ഒരു 2 എടുത്തിട്ടുണ്ട്. ഓപ്പൺ മാക്സി പറയുമ്പോൾ നമുക്ക് അറിയില്ല, അവിടെ പോകുമ്പോൾ എന്താ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും ഒന്നും അറിയില്ല. അപ്പോൾ ഓപ്പൺ മാക്സി 2 നമ്മൾ സെറ്റിക്കുന്നു, കയ്യിൽ വെക്കണം. ഇത് ഫ്രണ്ട് ഓപ്പൺ മാക്സി എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ഒരു സിബല്ല കേട്ടോ, ഇത് ബട്ടൺ ടൈപ്പ് വരുന്നതാണ്. ബട്ടൺ ടൈപ്പ് വരുന്ന അങ്ങനത്തെ ഓപ്പൺ മാക്സിയാണ് കേട്ടോ. അങ്ങനത്തെ ഒരു 2 ഓപ്പൺ മാക്സി നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം നോർമലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഫ്രണ്ടിൽ സിബ് വരുന്ന അങ്ങനത്തെ ടൈപ്പ് മാക്സികളായിരിക്കും നമ്മൾ എടുത്ത് വെക്കേണ്ടത്. പിന്നെ അതിന് പറ്റിയിട്ടുള്ള നോർമലി യൂസിന് പറ്റിയിട്ടുള്ള സ്കേർട്ട്, അണ്ടർ സ്കേർട്ടാണ് കേട്ടോ, അതും എടുത്തിട്ടുണ്ട് കുറച്ച്. പിന്നെ നമുക്ക് ആവശ്യത്തിന് അവിടെ യൂസ് ചെയ്യാനുള്ള തോർത്തുകൾ ഒരു 3 വയ്ക്കുന്നുണ്ട്. തോർത്തുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കി കുളിക്കാനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കും, അതല്ലാതെ നമുക്കിപ്പോൾ വയറിലെല്ലാം കെട്ടാൻ വേണ്ടിയിട്ട് പല ഹോസ്പിറ്റലിലും തോർത്ത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനും കൂടി നമ്മളൊരു 3 തോർത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ബെഡ്ഷീറ്റ് പുതപ്പ് വിരിപ്പും അങ്ങനെ ഒരു ചെറിയൊരു ബ്ലാങ്കറ്റൊക്കെ ആയിട്ട് ഒരു 3 എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പറയുന്നത് ഇന്നർ വിയേഴ്സ് അതൊരു കവറിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സെറ്റ് ഡ്രസ്സാണ്. അത് നമുക്ക് ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴോ പോയിട്ട് പിന്നെ തിരിച്ച് ഡിസ്ചാർജ് ആയിട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇടാനുള്ളതായിട്ടുള്ള ഒരു കുർത്ത, ഒരു ഫ്രണ്ടിലൊരു സ്റ്റിബൊക്കെ വരുന്ന ടൈപ്പ് മറ്റേണ്ടി ഒരു കുർത്തിയുണ്ട്, ഒരു ലെഗിൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ന്യൂ മമ്മിൻ്റെ ഒരു സാനിറ്ററി പാഡ്, അതൊരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഇപ്പോൾ ഒരു പാക്കറ്റ് എടുക്കുന്നേ ഉള്ളൂ. ഒരു പാക്കറ്റ് കൂടി എക്സ്ട്രാ വെക്കണം, നമുക്കറിയില്ല എത്ര ദിവസമാണ് നമ്മൾ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നതെന്ന്. പിന്നെ എടുത്തിട്ടുള്ളത് വൈറ്റ് കോട്ടൺ മുണ്ടുകളാണ് കേട്ടോ. അതൊരു 3 എടുത്തിട്ടുണ്ട്. 3 എന്ന് പറയുമ്പോൾ ഇത്രയും മുണ്ടുകൾ എന്താണ് ആവശ്യം നമ്മൾ വിചാരിക്കും, പക്ഷേ എത്രയായാലും നമുക്ക് ഈ തുണികൾ തികയില്ല. പ്രത്യേകിച്ച് കുട്ടിയുടെ യൂസിനായാലും നമ്മൾ ഫസ്റ്റൊക്കെ കൂടുതലും നമ്മൾ ഡയപ്പർ അവോയ്ഡ് ചെയ്യാറ്. അപ്പോൾ കൂടുതലായിട്ടും കോട്ടൺ തുണികൾ ഉപയോഗിക്കുക. അപ്പോൾ എത്രയായാലും നമുക്ക് മുണ്ടിൻ്റെ ആവശ്യം വളരെ കൂടുതലായിരിക്കും, അമ്മയ്ക്കായാലും കുട്ടിക്കായാലും. അപ്പോൾ ഒരു 3 അലക്കി വൃത്തിയാക്കിയിട്ടുള്ള ഡെറ്റോളൊക്കെ മുക്കി വെയിലത്തിട്ട് ഉണക്കിയിട്ടുള്ള ഒരു 3 കോട്ടൻ്റെ മുണ്ടുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് വെച്ചാൽ ടോയ്ലറ്ററീസ് ആണ്. ടോയ്ലറ്ററീസ് എന്ന് പറയുമ്പോൾ അതിൽ ജസ്റ്റ് ഞാൻ ഒരു ബാഗിലാക്കിയിട്ട് എല്ലാം കൂടി എടുത്തിട്ടിരിക്കുകയാണ് കേട്ടോ. അതിൽ പേസ്റ്റ്, ബ്രഷ്, അങ്ങനെ അതുപോലെ തന്നെ ഡെറ്റോളിൻ്റെ ഒരു ഹാൻഡ് വാഷ്, സോപ്പ്, ബാത്തിങ് സോപ്പും, അതുപോലെ തന്നെ ഒരു ബാത്ത് സോപ്പ്, നമ്മൾ എന്തെങ്കിലും വാഷ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതിന് പറ്റിയ രീതിയിൽ ഒരു വാഷ് സോപ്പും, പേസ്റ്റ്, പൗഡറും, ചീർപ്പും, അങ്ങനത്തെ കുറച്ച് എല്ലാം കൂടി ആയിട്ട് ഒരു ബാഗിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും പിന്നെ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഫുഡ് കഴിക്കാനോ ടേബിൾ വൃത്തികേടാവാതിരിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ പേപ്പേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് ജസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ.
പിന്നെ അതോടുകൂടി തന്നെ ഒരു ചെറിയൊരു ക്ലോത്ത് പീസ്, ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു പീസ് തുണിയാണ്. ഇത് എന്തെങ്കിലും ആവശ്യമില്ല, നമുക്ക് തുടയ്ക്കാനോ എന്തെങ്കിലുമൊക്കെ ആവശ്യമായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ, വെറുതെ ഒരു. പിന്നെ ബേബിയുടെ ബാഗിൽ എന്തൊക്കെയാണ് നമ്മൾ പാക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിന് ഫസ്റ്റ് ഒരു രണ്ട് ബേബി റാപ്പ് എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ജസ്റ്റ് ക്യാപ്പൊക്കെ വരുന്ന രീതിയിലുള്ള ഇങ്ങനത്തെ ഒരു ഷീറ്റ്, എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു 2 ഷീറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ ചെറിയ ക്യാപ്പ് ഇങ്ങനത്തെ ഒരു ക്യാപ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഇപ്പോൾ ഒരു മഴക്കാലം, ഒരു തണുപ്പിൻ്റെ സീസണൊക്കെയാണ്, അപ്പോൾ നമുക്കിത് വളരെയായിട്ട് ആവശ്യം വരും. അപ്പോൾ ഒരു ക്യാപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ മിറ്റൻസ് എടുത്തിട്ടുണ്ട്, കയ്യിലിടാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ചെറിയ സോക്സ് ഇങ്ങനത്തെ രീതിയിലുള്ള 2 സോക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയൊരു ബാസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ബേബീസിൻ്റെ കാര്യങ്ങൾ മാത്രം ഇടാൻ വേണ്ടി ചെറിയൊരു ബാസ്ക്കറ്റ് വാങ്ങിയതാണ്. നമുക്ക് എടുക്കാനും യൂസ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അതൊന്ന് എടുക്കാനും വയ്ക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ബാസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലെന്തൊക്കെയാണ് നോക്കാം. അതിൽ ചെറുതായിട്ട് ടവലൊക്കെ നമുക്ക് ഇതിനെ കൂടുതൽ വയ്ക്കാം. എന്തിനാണെന്ന് വെച്ചാൽ ടവലൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ബേബി എന്തെങ്കിലും വോമിറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും പാലൊക്കെ കൊടുത്ത ശേഷം നമുക്ക് കുട്ടിയുടെ കവളും എല്ലാം തുടച്ച് വൃത്തിയാക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരം ചെറിയ ടവൽസ് യൂസ് ചെയ്യാം. പിന്നെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള 2 ടവലൊക്കെ തുടച്ച് കൊടുക്കാനൊക്കെ ആയിട്ടുള്ള 2 ചെറിയ ടവലുകളാണ് കേട്ടോ. അത് ടവലുണ്ട്. പിന്നെ ചെറിയ കുഞ്ഞുടുപ്പുകൾ കേട്ടോ. കുഞ്ഞുടുപ്പുകൾ ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി ഡെറ്റോളിലൊക്കെ മുക്കി വെച്ച് വെയിലത്തിട്ട് ഉണക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ജസ്റ്റ് ഒരു 2 ഡ്രസ്സ് കാണിക്കുന്നു. ഇത്തരത്തിലുള്ള ചെറിയ ഫ്രണ്ടിൽ കെട്ട് വരുന്ന രീതിയിലുള്ളതാണ് കേട്ടോ. ബട്ടൺസ് അല്ല, ഫ്രണ്ടിൽ കെട്ട് വരുന്ന രീതിയിലുള്ള അങ്ങനത്തെ ചെറിയ കുഞ്ഞുടുപ്പുകൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയ കട്ട് ചെയ്തിട്ടുള്ള ചെറിയ ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് അടിയിൽ വിരിച്ചു കൊടുക്കാൻ വേണ്ടി മൂത്രമൊഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ബെഡൊന്നും നനയാതിരിക്കാനും അതിലൊരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ചെറിയ കട്ട് ചെയ്തിട്ടുള്ള ഷീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ബേബി വൈപ്സ് കേട്ടോ. നമുക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ബേബി വൈപ്സ് എടുത്തിട്ടുണ്ട്. ഇത് ഹിമാലയയുടെ ബേബി വൈപ്സ് എടുത്തിരിക്കുന്നു കേട്ടോ. പിന്നെ ഹോസ്പിറ്റൽ യൂസിൽ നമുക്ക് അവിടെ നടക്കാനും മറ്റായിട്ട് നമ്മൾ ഒരു ജോഡി ചപ്പൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നോർമൽ യൂസിനായിട്ടുള്ളൊരു ഒരു ജോഡി ചപ്പൽ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഹഗ്ഗീസിൻ്റെ ബേബി ഡയപ്പേഴ്സാണ് കേട്ടോ. ഇതും കുഴപ്പമില്ല. ഇത് നമുക്ക് പാൻസ് ടൈപ്പ് വരുന്നതാണ് കേട്ടോ. സ്റ്റിക്കല്ല, പാൻസ് ടൈപ്പ് വരുന്നതാണ്. കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയുള്ള നല്ലതാണ് ഹഗ്ഗീസിൻ്റെ കേട്ടോ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് ഇപ്പം നമുക്ക് ആവശ്യമില്ല, ചെറുതായിട്ടൊരു ബേബിയുടെ ഒരു ഡ്രസ്സ്, അതായത് ചെറിയൊരു കുഞ്ഞു ട്രൗസറും പിന്നെ ഒരു ഷർട്ടുമാണ് ഉള്ളത് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ആവശ്യമില്ല ബേബിക്ക്, എന്നാലും ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് പറയാറുണ്ട്, കുറേ പേരൊക്കെ പറയുന്നുണ്ട് ബെഡും ബേബിക്കുള്ള നെറ്റിൻ്റെ ബെഡും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വാങ്ങി വയ്ക്കാറുണ്ട് ചിലർ. പക്ഷെ നമ്മളിപ്പോൾ അത് നമുക്ക് ഓപ്ഷനിലാണ്, നമുക്ക് വേണമെങ്കിൽ വാങ്ങി വയ്ക്കാം. അതല്ലെങ്കിൽ ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് അത് വാങ്ങുന്നതായിരിക്കും. ഇപ്പോൾ കൂടുതലായിട്ട് ബേബിക്കുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് വാങ്ങുന്നില്ല. അതിപ്പോൾ കോട്ടൻ്റെ മുണ്ടുകളായിക്കോട്ടെ, അത് നമ്മളിപ്പോൾ തന്നെ കട്ട് ചെയ്ത് വെക്കുന്നില്ല, പീസാക്കി വെക്കുന്നില്ല. അത് നമുക്ക് ആ സമയത്ത് വരുമ്പോൾ ഹോസ്പിറ്റലിൽ അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യാറ്. അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് ചെറിയ പീസാക്കി ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഹോസ്പിറ്റൽ ബാഗിലെ പ്രിപ്പറേഷൻ. ഇത്രയൊക്കെയാണ് ഞാൻ റെഡി ആക്കിയിട്ടുള്ളത്. ഓക്കെ, ബൈ.